സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ ദിവസത്തിലെ വചനചിന്തയ്ക്കായി ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്നു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. സർവശക്തനായ ദൈവം തന്റെ ജനത്തെ പാപവും മ്ലേച്ഛതയും നടമാടുന്ന ചുറ്റുപാടുകളിലാക്കി വെക്കുമ്പോൾ ആ സാഹചര്യങ്ങൾക്ക് അനുരൂപമായി ജീവിക്കുന്നതിൽ തെറ്റില്ല എന്ന് വാദിക്കുന്നവരും അവയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്ന അനേക സഹോദരങ്ങളെ ഈ ലോകയാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അറിയാതെയല്ല ഞങ്ങളെ ഈ സാഹചര്യത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് എന്ന വാദമുഖത്തോടെ അവയിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിലുള്ള തങ്ങളുടെ വിശുദ്ധിയും വിശ്വസ്തതയുമാണ് നഷ്ടപ്പെടുന്നതെന്ന് ആ ദുർബല നിമിഷങ്ങളിൽ അധികം ആരും ചിന്തിക്കാറില്ല. എന്നാൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരു ദൈവ പൈതലിന്റെ വിശുദ്ധിയും വിശ്വസ്തതയും തെളിയിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുവാനുള്ള ചവിട്ടുപടികളാണെന്ന് നാം ആരും മറന്നുപോകരുത്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ അടിമകളിൽ നിന്നും ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നീ ബാലന്മാരെ തിരഞ്ഞെടുത്ത് കൽദയ വിദ്യകളിൽ അഭ്യസനം നൽകുവാനായി അവരെ തന്റെ കൊട്ടാരത്തിൽ രാജഭോജനം നൽകി പാർപ്പിക്കുവാൻ കൽപ്പിച്ചു. എന്നാൽ അത് തന്നെ അശുദ്ധനാക്കി വിശുദ്ധനായ ദൈവത്തിൽ നിന്നും അകറ്റുമെന്നറിയാമായിരുന്ന ദാനിയേൽ രാജാവിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതെ അവയെ നിരസിച്ചു. ശാഖഭോജനം മാത്രം കഴിച്ച് ആ പരീക്ഷയെ അതിജീവിച്ചു. പ്രിയപ്പെട്ടവരെ, പാപം നിറഞ്ഞ സാഹചര്യങ്ങളിലേക്കും ദൈവത്തെ മറന്നു ജീവിക്കുന്ന സ്നേഹിതരുടെ നടുവിലേക്കും ദൈവം നമ്മെ ആക്കി വെക്കുമ്പോൾ ആ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നമ്മുടെ വിശുദ്ധിയും ദൈവത്തോട് നമുക്കുള്ള വിശ്വസ്തതയും കുറഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ രാജാവിന്റെ അപ്രീതിയോ ഭവിഷ്യത്തുകളോ ഭയപ്പെടാതെ തന്റെ വിശുദ്ധിയെ കാത്തുസൂക്ഷിച്ച ദാനിയേലിനെ ബാബേൽ സംസ്ഥാനത്തിന്റെ അധിപതിയായി ഉയർത്തിയ ദൈവം നമ്മെയും ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നുള്ളത് നാം ഓർക്കുക. നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റവും വിശുദ്ധിയോടെ ഏറ്റവും വിശ്വസ്തയോടെ ജീവിപ്പാൻ ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പാപപങ്കിലമായ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളെ അശുദ്ധിയിൽ നിന്ന് വീണ്ടെടുത്ത വിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഏത് സാഹചര്യത്തിലും അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ഏറ്റവും വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. യേശു മതി എനിക്കേശു മതി എനിക്കേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ഏതു നേരത്തും എൻ ഭീതിയകറ്റി സമ്മോദമോടെ എന്നെ കാക്കുവാൻ, സമ്മോദമോടെ എന്നെ നിത്യം കാക്കുവാൻ, സമ്മോദമോടെ എന്നെ നിത്യം കാക്കുവാൻ. യേശു മതി എനിക്കേശു മതി എനിക്കേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്ക്